അതില്ലാന്ന് പറയില്ലല്ലോ. അച്ഛനെ കണ്ട അനുഗ്രഹം വാങ്ങാനാ ഞങ്ങൾ വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്യും. അച്ഛന്റെ മുന്നിൽ കിടന്ന് ഇനിയും വഴക്കൂടെ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞങ്ങൾ ഇനിയോട് നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട, അച്ഛന്റെ അനുഗ്രഹം മാത്രം മതി. എനിക്കറിയാം അച്ഛൻ എന്നെ കുറ്റപ്പെടുത്താനാവില്ലെന്ന്. മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചു എന്നെ. ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അത് മതിയച്ച. ധനുഷ്, വാ നമുക്ക് പോവാം. സാറിന് വേറെ കുഴപ്പമൊന്നുമില്ല. BP ലോ ആയതാ. കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് വീട്ടിൽ പോവാം. താങ്ക്സ് ഡോക്ടർ. ഡോക്ടർ, എന്റെ മക്കളൊക്കെ പുറത്തു നിൽപ്പുണ്ട്. അവരോടുകൂടി പറയണം എനിക്കൊരു കുഴപ്പമില്ലെന്ന്. അവരൊക്കെ വല്ലാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞേക്കാം. ഒരു ഉപകാരം കൂടി ചെയ്യണം. പുറത്ത് അർച്ചന എന്നൊരു കുട്ടിയുണ്ട്. അവളോടൊന്ന് സംസാരിക്കാൻ അനുവദിക്കണം. സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല സാർ. കൂടുതൽ സ്ട്രെയിൻ ആയിരുന്നാ മതി. ശരി ഡോക്ടർ. പേടിക്കാനൊന്നുമില്ല. സേതു സാർ ഇപ്പോൾ ഓക്കെയാ. കുറച്ചു നേരത്തെ റെസ്റ്റിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോവാം. എന്തു പറ്റിയതായിരുന്നു ഡോക്ടർ? BP ലോ ആയതാ. എന്നാ ശരി. അല്ല, നിങ്ങളിൽ ആരാ അർച്ചന? ഞാനാ ഡോക്ടർ. സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. സംസാരിക്കുമ്പോ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും തൽക്കാലത്തേക്ക് പറയരുത്. ശരി ഡോക്ടർ. ശരി. അച്ഛാ, ഇപ്പൊ എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ട്. ഞാൻ മോളെ കാണണമെന്ന് പറഞ്ഞത് ഒരു കാര്യം പറയാനല്ല, അപേക്ഷിക്കാനാ എന്ന് പറയുന്നതാ ശരി. എന്താ? ഞാനത് പറയുമ്പോ മോളത് പറ്റില്ലെന്ന് പറയരുത്. അതാ ഞാൻ അപേക്ഷയെന്ന് പറഞ്ഞത്. അച്ഛൻ എന്തായാലും പറഞ്ഞോളൂ. ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ചിട്ടുള്ളത് വന്നപ്പോ ഇറക്കി വിട്ടല്ലേ, ഇനി ആലോചിച്ചിട്ടേ വരുന്നുള്ളൂ. സ്നേഹ, നിന്നെപ്പോലെ തന്നെ ദേഷ്യവും അമർഷവും എനിക്കുമുണ്ട്. പക്ഷേ അത് കാണിക്കേണ്ട സമയം ഇതല്ല. പിന്നെ നമുക്ക് ദേഷ്യമുള്ളവരല്ലല്ലോ ഇപ്പൊ നമ്മളെ വിളിക്കുന്നത്. അച്ഛനല്ലേ.
ആ വലിയ മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിച്ച ഒരിക്കലും നമ്മുടെ ജീവിതം രക്ഷപ്പെടില്ല. ഈ അവസ്ഥയിൽ നമ്മൾ വാശി പിടിക്കുന്നത് നല്ലതല്ല. നമുക്ക് പോണം, അത് അച്ഛനെ കാണണം. അത് അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസമായിരിക്കും. ധനുഷ്, അത് സ്നേഹം ഒന്നും പറയണ്ട. ആദ്യം അവിടെ പോയി അദ്ദേഹത്തെ കാണാം. ബാക്കിയൊക്കെ പിന്നീടല്ലേ. നിന്റെ ഏട്ടന്മാര് എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ശരി, നമ്മൾ ഇന്ന് തന്നെ വീണ്ടും വീണ്ടും അവിടേക്ക് പോകും. നിങ്ങൾ പുറത്തേക്ക് നിൽക്കുക, ഞങ്ങളിപ്പോ വന്നേക്കാം. അച്ഛന് മാത്രമല്ല, ഈ ഏട്ടത്തിക്കും നിങ്ങൾ അവിടെ താമസിക്കുന്നതന്നെയാ ഇഷ്ടം. എന്റെ കൺമുന്നിൽ വേണം നിങ്ങൾ ജീവിക്കാൻ. സ്വത്തിന് വേണ്ടിയുള്ള മത്സരം നടക്കുകയല്ലേ. ആ മത്സരത്തില് ഞാൻ ജയിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ വേണം. എപ്പോഴും ഞാൻ കൂടെ തന്നെ കാണും. അതെന്റെ മാത്രം ആവശ്യം.